ഇന്നത്തെ റീഡിംഗ് എന്താണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ നോക്കാം. ത്രീ ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. വളരെ അധികം ഒരു ഹൃദയവേദനയോട് കൂടി ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു റിജക്ഷൻ ലഭിച്ചതായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ നഷ്ടപ്പെട്ട ആ സ്നേഹത്തിനെ കുറിച്ചോർത്ത് വളരെയധികം വിഷമിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇത് ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. സൺ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വിഷമം ഓവർകം ചെയ്യാൻ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ പാഷൻ അത് ഫോളോ ചെയ്യണം. ഇപ്പോൾ നല്ല എൻതൂസിയാസത്തോടു കൂടി വളരെയധികം എനർജിയോട് കൂടി, ഇത്തിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശ്രദ്ധ മുഴുവൻ മാറും. ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന്, ഹൃദയവേദനയുടെ സബ്ജക്റ്റിൽ നിന്ന് മാറും. നിങ്ങൾക്ക് ഹോബീസ് ഉണ്ടായിരിക്കാം, ചിത്രം വരയ്ക്കുന്നവരോ അല്ലെങ്കിൽ കഥ എഴുതുന്നവരോ കവിത എഴുതുന്നവരോ ഒക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെ ഉള്ള ഒരു ക്രിയേറ്റീവായ സൈഡിലേക്ക് നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളുടെ വേദനകളായാലും എന്ത് ഇമോഷൻസ് ആയാലും നിങ്ങൾക്ക് കലാപരമായി അത് പ്രകടിപ്പിക്കാൻ കഴിയും. അല്ലെങ്കിൽ എന്ത് ഹോബി, ഇപ്പോൾ ഈവൻ തയ്യൽ ചെയ്യുന്നവരായാൽ പോലും അതും ഒരു വേ ഓഫ് എക്സ്പ്രഷനാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മാനസികമായി ഒരു പോസിറ്റീവ് എനർജി വരും. പിന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് നിങ്ങൾ സൂക്ഷിക്കണം. എന്ത് ചാലഞ്ചിങ് സിറ്റുവേഷൻ ആയി കഴിഞ്ഞാലും അതിൽ നിന്ന് നമുക്കൊരു പാഠമായി കണ്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വിഷമിച്ച് ഡിപ്രഷൻ അടിച്ച് ജീവിതം തന്നെ, ഈ വിലപ്പെട്ട ജീവിതം തന്നെ നശിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. അതിലേക്കൊന്നും പോവാതെ നമുക്ക് കിട്ടിയിട്ടുള്ള ലൈഫ് വളരെ വിലയേറിയതാണ്. ഒരു ദിവസം ജീവിതത്തിൽ കൂട്ടിക്കിട്ടാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കില്ല. അപ്പോൾ ഓരോ നിമിഷവും നമുക്ക് ലഭിച്ചത് വളരെ വാല്യബിൾ ആണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഫുള്ളസ്റ്റ് ഇതിലേക്ക് ജീവിക്കാനാണ് പറയുന്നത്. അങ്ങനെ ചെയ്താൽ എന്താണ് ഔട്ട്കം നമുക്ക് ലഭിക്കാൻ നോക്കാം. നൈറ്റ് ഓഫ് കപ്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ പോസിറ്റീവായി നല്ല രീതിയിൽ ഇരിക്കുമ്പോൾ നിങ്ങളിലേക്ക് കറക്റ്റായ ഒരു പ്രണയം, അതായത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ചേരുന്നത്, നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടാത്തതാണ്, നിങ്ങളുടെ ഫ്യൂച്ചറിനോ നിങ്ങളുടെ ഗ്രോത്തിനോ നല്ലതല്ലാത്ത എന്തോ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രപഞ്ചം എടുത്ത് മാറ്റിയിരിക്കുന്നത്. അതിന് പകരമായി അതിനേക്കാൾ ഒരുപാട് നല്ലതായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും. അതിനെന്ത് ചെയ്യണം? നമ്മളൊരു പോസിറ്റീവ് മെൻറ്റാലിറ്റി, പ്രതീക്ഷ കൈവിടാതെ പോസിറ്റീവ് മെൻറ്റാലിറ്റിയോട് കൂടി ഇരിക്കുക. പ്രപഞ്ചം തീർച്ചയായും എന്ത് ചെയ്താലും അത് നമ്മുടെ നല്ലതിന് വേണ്ടിയാണെന്ന് മാത്രം മനസ്സിലാക്കുക.